ഹായ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഓവൻ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യം ഇതിലേക്കുള്ള മൈദ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ ഒരു ബൗളിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇതിന് പകരമായിട്ടും മൈദ തന്നെ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കി എടുത്തിട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ബീറ്ററിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. വാനില എസൻസോ അല്ലെങ്കിൽ വാനില പൗഡറോ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. പൊടിക്കാതെ ആണെങ്കിൽ 1 കപ്പിലും കുറവ് ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് ലോ സ്പീഡിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആയതിന് ശേഷം ഇത് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി നല്ല ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്. ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഈ ഫ്ലോർ മിക്സ് ചെയ്തെടുക്കരുത്. ഞാനിപ്പോൾ ഇത് ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ ഫ്ലോർ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ അടുത്ത സ്പൂണിന് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇടവിട്ട് ഇതുപോലെ ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കരുത്. അതുപോലെ സ്പീഡ് കൂട്ടിയിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ മൈദ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പാച്ചില വെച്ചിട്ട് മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ മുട്ട പതഞ്ഞ് പൊങ്ങി വന്നിട്ടുള്ളതൊന്നും താഴ്ന്നു പോകാതെ വേണം ഇതിലേക്ക് മൈദ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട്. ഓവനാണെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആ കേക്ക് ടിന് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 40 മിനിറ്റോളം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓരോ ഓവൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ആ ഒരു അടപ്പിൽ കുറച്ചൊന്ന് ടച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം. നല്ല പൊങ്ങി വന്നിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേക്ക് ഫ്ലോപ്പ് ആവാതെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ചായക്കൊപ്പം കഴിക്കാനായതുകൊണ്ട് ചൂടോടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നല്ല ചൂട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ചൂടോടെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് ഐസിങ് ചെയ്തെടുക്കാനാണെങ്കിൽ ഒരു 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഹൈറ്റിലാണ് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല സ്പോഞ്ചിയാണ്. ഉറപ്പായിട്ടും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല പോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്